പുല്ലുമേട് വഴി എത്തിയ ശബരിമല തീർത്ഥാടകർ വനത്തിൽ കുടുങ്ങി. ചെന്നൈ ഏലൂർ സ്വദേശികളായ സംഘത്തിലെ 3 പേർക്ക് ശാരീരിക അസ്വസ്ഥത വന്നതോടെയാണ് വനത്തിനുള്ളിൽ കുടുങ്ങിയത്. NDRF, ഫയർഫോഴ്സ്, ഫോറസ്റ്റ് സംഘം സ്ഥലത്തെത്തി ഇവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു. മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശബരിമലയിലേക്ക് കാനനപാതയിലൂടെ വന്ന തീർത്ഥാടകരിൽ ചിലർ വനമേഖലയിൽ പെട്ടുപോയിരുന്നു. അതായത് ശാരീരിക അസ്വസ്ഥതയെ തുടർന്നാണ് 20 പേരടങ്ങുന്ന സംഘത്തിൽ 3 പേർ വനമേഖലയിൽ ഉള്ളിലായത്. ചെന്നൈ സ്വദേശികളാണ്. അവരെ ഇപ്പോൾ രക്ഷപ്പെടുത്തിക്കൊണ്ട്, അതായത് വനമേഖലയ്ക്കുള്ളിൽ നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ട് സന്നിധാനത്തേക്ക്, ശബരിമലയിലേക്ക് എത്തിക്കുകയാണ്. NDRFിൻ്റെ ടീമും ഫയർഫോഴ്സും ഫോറസ്റ്റും എല്ലാവരും തന്നെ സംയുക്തമായാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ളത്. എന്തായാലും ആ ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 3 പേർക്കാണ് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ ഒരു കാനനപാതയെ സംബന്ധിച്ചിടത്തോളം രാത്രി ഇരുട്ട് ആയതിനാൽ, അതായത് ഈ വനമേഖലയിലൂടെ കുറേയധികം ദൂരം സഞ്ചരിച്ച് വരുന്നതിനാൽ തന്നെ അവർക്ക് തളരുമ്പോൾ അവിടെ വനമേഖലയ്ക്കുള്ളിൽ പെട്ടുപോകേണ്ട ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ അതിനുശേഷം അവരെ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആ ഒരു ദൃശ്യം തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എത്ര പേരുണ്ടായിരുന്നു ഇവർ ഈ ഒരു ഈ വനത്തിനുള്ളിൽ? ഇവർ എത്ര പേരാ പെട്ടുപോയിട്ട്? 20 പേര്. 20 പേരുണ്ടായിരുന്നു. 20 പേരുണ്ടായിരുന്നാ ഫോറസ്റ്റ് പറഞ്ഞത്. ചെന്നൈ വേലൂർ എന്നാണ് ഇവർ വരുന്നത്. വേലൂർ പുള്ളി 70 വയസ്സാണ്. അപ്പോൾ ഉള്ളതിൽ ഏറ്റവും ഏജ്ഡ് ആയിട്ടുള്ള പുള്ളിയാണ്. അപ്പോൾ പുള്ളിയെ വെയിറ്റ് ചെയ്താണ് ഇവർ ഇത്രയും താമസിച്ചാണ് പറയുന്നത്. 11 മണിക്ക് ഇവർ അവിടെ നിന്ന് തിരിച്ചതാണ്. അപ്പോൾ ഇത്രയും സമയം ശാരീരിക ബുദ്ധിമുട്ട് കാരണം അവിടെ വെയിറ്റ് ചെയ്ത് ഇത്രയും ലേറ്റ് ആയതാണ്. അല്ലെങ്കിൽ കാരണം ഇതിനു മുമ്പേ എത്തേണ്ടത് അവർ 5 മണി. മറ്റുള്ളവർ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ മുൻപേ പോയിട്ടുണ്ട്. എന്തായാലും നടത്തി കൊണ്ടുവരാൻ പറ്റാത്ത ഒരു അല്ല, മുകളിലോട്ട് ഫുള്ള് കല്ല. ഒരാൾക്ക് നടന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരാനുള്ള സാഹചര്യം. പ്രകാശവും ഇല്ല, വെളിച്ചമൊന്നുമില്ല. അങ്ങോട്ട് മൊബൈൽ വെട്ടത്തിലും അല്ലാതെ ആയിട്ടാണ് തോളിലൊക്കെ എടുത്താണ്. എന്തായാലും ആ ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വനമേഖലയ്ക്കുള്ളിൽ പെട്ടുപോകുന്ന ഭക്തർ, അത്തരത്തിൽ ഈ ശാരീരിക അസ്വസ്ഥത ഉള്ളതിനെ തുടർന്നാണ് ഈ 3 പേരും വനമേഖലയിൽ പെട്ടുപോയത്. കാനനപാതയിലൂടെ വരുന്ന ഭക്തരോട് ഇവിടെയുള്ള അധികൃതരൊക്കെ തന്നെ കൃത്യമായുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ കൃത്യമായി വിവരങ്ങൾ അറിയിക്കുക എന്നുള്ളത്. അതിനെ തുടർന്നാണ് രക്ഷാപ്രവർത്തനത്തിനായി NDRFിൻ്റെയും ഫോറസ്റ്റിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഒക്കെ സംഘം അങ്ങോട്ടേക്ക് എത്തിയത്. അവരെ ഇപ്പോൾ ശബരിമലയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം മനോജ്, ജനം, സന്നിധാനം.